ഗുഡ് ആഫ്റ്റർനൂൺ. സിജോ ഞങ്ങൾ ആദ്യം കണ്ട സമയത്ത് ഞാൻ അതിൻ്റെ അകത്ത് അവരുടെ കാര്യം പറഞ്ഞു, സോറി, അതിൻ്റെ അകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നിയ ഒരാളായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് പോയതുകൊണ്ട് നമ്മൾ ഒരുപാട് മിസ് ചെയ്തിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടിയാണ്. പുറത്തിറങ്ങി ഞാനും സിജോ ആദ്യത്തുള്ള സമയത്ത് ഒരു ദിവസം കിച്ചണിൽ വെച്ചിട്ട് ഞാൻ ചെന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് സിജോ ഇടയ്ക്ക് ഇട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതൊക്കെ എത്ര അടിയാണെങ്കിൽ വളരെ ഇഷ്ടമാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആയിരിക്കും. അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് വളരെ കുറച്ച് പേരിലുള്ള ഒരാൾ മെയിനായിട്ട് സിജോ ആണ്. എപ്പോൾ എറണാകുളത്ത് വന്നാലും വിളിക്കും, ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട്, പുറത്ത് പോകാറുണ്ട്. ഞാനും സായും സിജോ അർജു കൂടി കൊണ്ടുള്ള ഒരു വൈബ് ഭയങ്കര രസമാണ്. ആ കാര്യത്തിൽ ഈസ് വെരി അമേസിങ്. കാരണം അകത്ത് വെച്ചിട്ടുള്ള ഗ്രഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊന്നും മനസ്സിലാക്കാതെ എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാനും ആ ഒരു പരിപാടി നന്നായിട്ടുണ്ട്. വെരി ഹാപ്പി ടു ഹാവ് ഹിം. പിന്നെ ലിനുവിന്റെ കാര്യം സിജോ പറയാനുണ്ട്. വെരി ഗുഡ് കപ്പിൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. 5-ാമത്തെ വർഷം പ്രേമിച്ച് പിന്നെ അങ്ങനത്തേക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ ഫേവറേറ്റ് കാര്യമാണ്. സോ ഈ ഒരു അവസരത്തിൽ വെരി വെരി കൺഗ്രാജുലേഷൻസ് കൊടുത്തു. വെരി ഹാപ്പി മാരേജ് ലൈഫ് തന്നെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ജാസ്മിന്റെ വകക്ക് ദൂരത്ത് കണ്ടാൽ അറിയാത്ത ഭാവം, അരികത്തു നിന്നാൽ പാതിരായി പാക്കുടം, ഉള്ളുള്ള വാക്ക് ഉള്ളുള്ള നോക്ക്, കാണാത്തതെല്ലാം കാണുവാൻ തോന്നുക. നീ